അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. നമ്മൾ അവതാർ സിനിമയിൽ വലിയ മരത്തിൽ നിന്നൊരു ചെറിയ നൂല് പോലെ കാണുന്നത്. ഇവിടെ ന്യൂസിലാൻഡ് അത് 2 സ്ഥലത്തുണ്ട്. ഒരു സ്ഥലത്ത് പോകുന്നതിന് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതാണ്ട് ഒരാൾക്ക് $160 എന്തോണം. അതെന്ന് പറഞ്ഞാൽ നമുക്ക് റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. നേരെ ബോട്ടിൽ കൊണ്ടുപോയിട്ട് അവർ ആ ഗുഹയ്ക്കകത്തത് കൊണ്ട് കാണിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി ഗുഹയിലൊക്കെ മഞ്ഞുമൽ ബോയ്സൊക്കെ പോലെ ഉള്ളിലോട്ടൊക്കെ കയറി പോകണം. അപ്പം യൂട്യൂബിലേക്ക് കുറേ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പം അതിൽ ഈ ചിലർക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, ചിലർക്ക് കിട്ടുന്നില്ല, ക്ലിയറായിട്ട് കാണുന്നില്ല. എന്തായാലും നമ്മളൊന്ന് പോയി നോക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ടോള് കൊടുക്കാതെ ഞങ്ങൾ വേറൊരു സൈഡ് റോഡ് വഴി പിടിച്ചു. ആ സൈഡ് വഴി പോയപ്പം നമ്മളിവിടെ ഒരു ബീച്ച് ഉണ്ട്. ബീച്ച് കാണാൻ നല്ല രസമുണ്ട്. ഇതാണ് ആ ബീച്ച്. എന്തായാലും നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ബായ്. ബാ തെന്നുവേ, സൂക്ഷിച്ചോണേ. ഫുൾ കൈതൊട്ട ചെളിയോ? കുറച്ചും കൂടി ഗ്രിപ്പ് കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന സുറാട്ടിപ്പ എന്ന് പറഞ്ഞ പക്ഷിയുടെ സൗണ്ട്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ ഒരു ഗുഹയ്ക്കകത്ത് കയറിയിട്ട് കുറച്ച് ഉള്ളിലോട്ട് പോകണം. ഒരു 10-15 മിനിറ്റ് പോകണ്ടെന്നാണ് തോന്നുന്നത്. പോയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളെ ഈ മിന്നാമിന് പോലത്തെ കുറേ വേംസ് ഉണ്ട്. അത് ബയോലൂമിനിസെൻ്റ് മറ്റേ ബാക്കിൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ 2 ഇടത്ത് ഞാൻ പറഞ്ഞില്ല, 2 ഇടത്തേ ഉള്ളൂ. ഒരിടത്ത് നമ്മൾ പൈസ കൊടുത്ത് കയറണം. അതാണെങ്കിൽ ഒരു വള്ളത്തിലിങ്ങനെ കൊണ്ടുപോയിട്ട് കാണിക്കുന്നതാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ പൈസയില്ല. അവിടുത്തെ ഏതാണ്ട് $100 കൂടുതലുണ്ട്. ഇവിടത്തേന് പൈസയില്ല. നമ്മളിപ്പോൾ അങ്ങോട്ട് കയറുകയാണ്. എങ്ങനെയാണ് ഏതാണ് എന്നറിയില്ല, ആദ്യമായിട്ടാണ്. ചിലവർക്കൊക്കെ അത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്, കാണാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ. എങ്ങനെയാണെന്നറിയില്ല. ഇതാണ് കേട്ടോ കേവ്. ഈ കാണുന്നതാണ് കേവിൻ്റെ എൻട്രൻസ്. ഫുൾ വെള്ളമാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ആൾക്കാരുണ്ട്. നമ്മൾ മാത്രമേ കാണുള്ളൂ എന്നാണ് വിചാരിച്ചത്. ആൾക്കാർ വരുന്നുണ്ട് കാണാനൊക്കെ. ഇതാണ് ഗുഹ. ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പോകണം. കേട്ടോ കേവിൻ്റെ എൻട്രൻസ്. ആൾക്കാർ ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. One of the things that we don't have that most you need usually is a helmet. Yeah. So watch your head, because hitting your head. നമ്മൾ തല നോക്കണം കേട്ടോ. Of course, I'm the one who's probably most likely to hit his head. മുനീർ, നല്ല വഴുതലുണ്ട്. പിടിച്ച് പോകണം. തെന്നും കാരണം ഷൂസാണെങ്കിൽ മൊത്തം ചെളിയാകുമ്പോഴേ ഷൂസ് മൊത്തം നനഞ്ഞൊരു പരുവാവും. പതുക്കെ ഇരുന്നിരുന്ന് പതുക്കെ പിടിച്ച് പോകണം. വരുന്നുണ്ട്. എടാ ഒരു മിനിറ്റ്, എടാ ഇത് വലിയ വെളിച്ചം കിട്ടും ഇതിൽ. ഓക്കെ, എല്ലാം കിട്ടും. എടാ മൊബൈൽ നോക്കിക്കോണേ. ഗായ്സ്, ഇതാണ് കേട്ടോ അങ്ങോട്ട് പോകുന്ന വഴി. നമ്മളിങ്ങനെ പോവുകയാണ്. ഇത് പിടിച്ചോളാം, ഇത് ഓഫ് ചെയ്തോളാം. നമുക്ക് താൽക്കാലികം ഉപയോഗിക്കാനുള്ളതാണ്. ഇത് നല്ല വെളിച്ചം പോരെ? ഈ തന്നോണ്ട് പിടിച്ചു വീഡിയോക്ക് വെളിച്ചം വേണമെങ്കിൽ. ഇല്ല മുന്നേ സ്പീഡിൽ പോയില്ല, ഒരുമിച്ച് പോകട്ടാ. ഇത് കൂടെ പോയ എളുപ്പമുണ്ടോ? അവര് കൂടെ പോയി എന്നതിലും കൂടെ പോവാം. ബാ തെന്നുവേ, സൂക്ഷിച്ചോണേ. ഫുൾ ഇവിടെ 2009 ഇവിടെ ഉണ്ടോ നടന്നു പോവാ.
അഥവാ ഇനി ചാർജ് ഇരുന്നാലും നമുക്കിത് കറക്കി കറക്കി ചാർജ് ചെയ്യാം. അതാണ് ഇവിടെ ഈ വഴി കൂടെയാണ് കേട്ടോ ഇനി പോകേണ്ടത്. ആ ആൾക്കാർ വെച്ചിട്ടുണ്ട്. ഒരു വടി വേണമായിരുന്നല്ലേ കയ്യിൽ, ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് നടക്കായിരുന്നു. പക്ഷേ ഈ മുട്ടിൻ്റെ അവിടെയൊക്കെ വെള്ളം എടേ 20 മിനിറ്റാണ് ഇപ്പോൾ ഒരു ലേഡി അവിടെ വേറൊരിടത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 20 മിനിറ്റും കൂടെ ഫ്രണ്ടിലോട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതാണ് കേട്ടോ ഗൈസ് ഗുഹ. ഇവിടെ ഞാൻ വിചാരിച്ച ആൾക്കാർ കാണില്ലെന്ന് വിചാരിച്ചോട്ടോ. ആൾക്കാരുണ്ട്. മുന്നേ നീ സ്പീഡ് നടക്കല്ലേ, ലൈറ്റ് വേണ്ട നിനക്ക്. താഴത്തേക്ക് ഇറങ്ങാം, വാ. സംഭവം സിമ്പിളായിട്ട് നടക്കാനുള്ള കൂടെ എനിക്ക് കാണാൻ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കൊരു എങ്ങനെ കാലെടുക്കാന്നുള്ള വല്ല ഇന്നിപ്പോൾ സമ്മറായോണ്ടായിരിക്കും അല്ലേ, വലിയ മഴയൊന്നും പെയ്തില്ലല്ലോ. ആ ഫുൾ വെള്ളവും. വിചാ കുഴപ്പമില്ലല്ലേ, എന്ത് ഇരുട്ടല്ലേ. അവിടെ നിന്ന് പിടിക്കാം കേട്ടോ, കുറച്ച് കയ്യിൽ പിടിക്കാം. ഗൈസ് ഇതൊക്കെ കേട്ടോ, ഇതെന്താണ് ഇതൊക്കെ? ഇത് വെള്ളം ഇറ്റിട്ട് വീഴുന്നതല്ല. അല്ല ഇവിടെ തിളങ്ങുന്നത് കുറച്ചുകൂടെ ഉള്ളിലോട്ടാ. കുറച്ച് കഴിയണത്ര തിളങ്ങണം ചെയ്യും. ആ മോളിൽ നിന്ന് വെള്ളത്തുള്ളിൽ വീഴുന്ന പറയും. ഇതല്ലടാ എടാ, ടോർച്ച് പിടിക്കണമെങ്കിൽ പറയാനാ കേട്ടോ. എടാ ലൈറ്റ് ഓഫ് ചെയ്തു കേട്ടോ. ഇവിടെ കുറച്ചുണ്ടെന്ന്. എടാ തന്നെ മുന്നേ ലൈറ്റ് ഇട്ടോ. തെന്നി ഓക്കെ. എന്നിട്ട് ഞാൻ പിടിച്ചു തരാം കേട്ടോ. ഇല്ലേ ഒരു മിനിറ്റ്. എടാ നല്ല തെന്നുന്ന സ്ഥലം കേട്ടോ. ഓക്കെ നമുക്ക് ഇറങ്ങിക്കോ. എടാ ഗൈസ് ഇതാണ് സംഭവം. പക്ഷേ നമുക്കിതിൻ്റെ മുകളിലോട്ട് കയറാൻ ഇച്ചിരി പാടാ. നമ്മളെ ഈ കയറി നമ്മൾ തിരിച്ചിറങ്ങണ്ടേ. ആ എടാ നിനക്ക് ടോർച്ചൊന്നും വേണ്ടേ? നീ മറ്റേ ചെറുത് പിടിക്കുന്ന. സംഭവം കൊള്ളാം. എടാ തെന്നുന്നുണ്ടാ? കൈതൊട്ടാ ചെളിയോ? ഗ്ലൗസ് എടുക്കാനുള്ളായിരുന്നു അല്ലേ? ഗ്ലൗസ് എല്ലാം ഉണ്ടായിരുന്നു. എടുത്തുകൊണ്ട് വരാൻ. നമുക്ക് തലയിൽ ആവശ്യമുള്ള ഇത് തന്നെ മതി, ഈ ലൈറ്റ്. എനിക്കൊന്ന് ഇതിൽ കൂടെ പോകുന്ന ബെറ്റർ എന്ന് തോന്നുന്നു. ആ അടിയിൽ കൂടെ നമുക്ക് ഇറങ്ങുന്ന ഭയങ്കര റിസ്ക് ഉള്ള സംഭവം ഇല്ലേ? അല്ല ഇത് ഈ വഴി കൂടെ അവിടെ ആൾക്കാരെ കൂടി നിൽക്കുന്നു, ലൈറ്റ് അടിക്കുന്നു. ആ നീ കയറാ. ഇതൊക്കെ അല്ലേ രസം. ആൾക്കാർക്ക് ഇതൊക്കെ ഒരു സന്തോഷമാണ്. പക്ഷേ ആ സാധനത്തിന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. കുടുങ്ങലടാ, കുടുങ്ങിയൊന്നുമില്ല. അവിടെ തൊട്ടുപോയ ചെളിയാട്ടോ. എടാ ആ വഴി പോണോ? അത് ഈ വഴി പിടിച്ചാ പോരെ? ആ ഇതാടാ എളുപ്പം. അതല്ല അത് അവര് ലൈറ്റ് അടിക്കുന്നത്.
ആ കറങ്ങി അവിടെ തന്നെ എത്തണം. പക്ഷേ ഇതാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് തോന്നുന്നത്. ഇത് കയറിയാൽ അവിടെ എത്തി. അല്ല ഈ പോണ വഴിക്ക് ഇത് ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അല്ല വേണ്ട നമുക്ക് പോവാം. ഞാൻ കയറി. അല്ല കയറി കയറി. ആ ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങ് പോവാം. പക്ഷെ അങ്ങനെ ചെളിയാണ്, പക്ഷേ വലിയ തെന്നലില്ല കേട്ടോ. ആ എൻ്റെ കയ്യിലൊക്കെ ആയി. അയ്യോ ഒരു തരം ക്ലേ പോലത്തേക്കാ. ഒട്ടിപ്പിടിക്കുന്നു. മുന്നിലുള്ള വഴിയില്ലല്ലോ. എടാ അവരൊക്കെ വേറെ വഴിയാടാ പോകുന്നത്. തെന്നുന്നുണ്ടാ? അയ്യോടാ എനിക്ക് ഒട്ടും ഗ്രിപ്പില്ലടാ. തെന്നുന്നു. കൈ പിടിച്ചാലും തട്ടില്ല. നീ എങ്ങനെ ചവിട്ടി വന്നു? നില കിട്ടിയിട്ട് ഒരു തെന്നുന്നു. ഇങ്ങനെ വരും. എന്നാ തിരിഞ്ഞിറങ്ങണോ? എന്നാ നീ ഇത് പിടിച്ചോ. ഇല്ലേ എൻ്റെ കയ്യിൽ. ഓക്കെ ആ ഇനിയാണ് എനിക്ക് വരാൻ പറ്റും. ഓക്കേടാ നീ ഇതിൽ ജസ്റ്റ് ഇവിടെ നിന്ന് അടിച്ചേ. ഓക്കെ നമ്മള് തിരിച്ചന്നെ പോണം. ഇത് വീടെ പോണേ. ഇവിടെ പോണ്. തിരിഞ്ഞിറങ്ങണല്ലേ? തിരിച്ചു കയറണോ? തിരിച്ച് കയറേണ്ടി വരും. ഇതുപോലെ ഇറങ്ങല് വേണ്ട. അങ്ങനെ പോവാം. ഇവര് തെന്നി വീഴൂ. നമുക്ക് തള്ളടെ കൂടെ പോവാം. ആ അവർ കണ്ടിട്ട് അവർക്ക് ജീവിക്കണ്ടെന്നുള്ളൊരു ചിന്തയിൽ നടക്കുന്ന സ്ത്രീയാ. അല്ലെങ്കിൽ ആരും കയറാത്ത വഴി കൂടെ കയറിപ്പോ നമുക്കൊന്ന് തിരിക്കാം. ഇങ്ങോട്ട് അടിച്ചോ. അയ്യോടാ തെന്നുന്നു. ബാഗ് മൊത്തം ചെളിയിക്കണം. കുഴപ്പമില്ല കഴുകാലോ. നമ്മൾ ഈ തിരിച്ചിറങ്ങുന്നതാണ് റിസ്ക്. കുളിക്കാതെ ഇങ്ങനെ പോവും. എടാ ഇങ്ങോട്ട് അടിച്ചോ. എടാ നമ്മൾ ഈ വഴിയിൽ വന്നേ. ഇല്ലടാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. ആ നല്ല നമ്മൾ ഈ ഭൂമിയെ വേദനിപ്പിക്കരുത്. വേദനിപ്പിക്കുമ്പോഴാണ് തെന്നിക്കുന്നത്. ആ നമ്മൾ മനസ്സിലായിട്ട് പാവത്തെ പോലെ ചവിട്ടി. പക്ഷെ ചെളി എന്ന് പറഞ്ഞാൽ ഗ്രിപ്പുള്ള ചെളിയാണ് കേട്ടോ. ഒരു ഒട്ടിപ്പിടിപ്പുണ്ട്. പക്ഷേ റിസ്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. എടാ ഇങ്ങോട്ട്. ആ അല്ല നീ അതെടുത്തോ, ഞാൻ ചെറുതെടുക്കാം. ആ നീ അതെടുത്തോ, കുഴപ്പമില്ല. ആ പക്ഷേ എടാ ഈ ക്യാമറയിൽ അത് ക്ലിയർ ഇല്ല കേട്ടോ. ഇത് ആ വേംസിനെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. ആ എൻ്റെ ഇതിലും പറ്റുന്നില്ല കേട്ടോ, മൊബൈലിലും പറ്റുന്നില്ല. നല്ല വർക്കൗട്ടായില്ലേ? ഇതാണ് വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അയ്യോ അയ്യോ ചെറിയ രീതിയിൽ അത് വെച്ചട്ടെ. ആ കുറച്ചും കൂടി ഗ്രിപ്പ് കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ.
കാല് മരവിച്ചാലും സീനിച്ചാന്ന് വെച്ചാൽ മതി. കുറേ പേരുണ്ട് കേട്ടോ വരുന്നത്, കുറേ ആൾക്കാർ വരുന്നുണ്ട്. എങ്ങനെയാടേ ഇനി വെള്ളത്തിൽ ഇറങ്ങി പോണോ? പറ്റില്ല. ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങാനുള്ള വഴി ബാക്കുണ്ട്. ഇത് തന്നെ മതി. ഏത് വെള്ളത്തില്? ആ അവിടെ കാല് കുത്തിയല്ലോ. ആ അത് കുറച്ചുള്ളൂ. ആക്കട്ടെ. അതാണ് ഇതിൽ തലയിൽ മറ്റേ സാധനം വെച്ചിട്ട് പോണത്. അതാണെങ്കിൽ നമുക്ക് 2 കൈ യൂസ് ചെയ്യാം. മനസ്സിലായാ? ഇവിടെ തല സൂക്ഷിച്ചോ കേട്ടോ. അവിടെ നല്ല താഴ്ചയുണ്ട് കേട്ടോ, നല്ല താഴ്ചയുണ്ട്. പാൻറ്റൊക്കെ പൊക്കി വെച്ചോ. മൊബൈലിന്റെ പോക്കറ്റ് വരെ എത്തുമോ? ഏതാ അത്? ഡിപ്പെൻഡ് അപ്പോൺ ദി ഹൈറ്റ്. അയ്യോ കടി. ആ അല്ല മുട്ട് വരെ ഉള്ളൂടാ. ആ മുട്ട് വരെ ഉള്ളു. എന്തല്ലേ ചാനൽ ഹിറ്റാവാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട്. മുട്ടി കൂടുതലുണ്ട് കേട്ടോ. ആ എനിക്ക് മുട്ടിന് മുകളിലെത്തി, എന്നാലും കുഴപ്പമില്ല. അയ്യോ ഇവിടെ തടി പിടിക്കണ്ട കേട്ടോ, തടി നീങ്ങി പോണ്. എടാ ചാനൽ ഇതാണ്, യൂട്യൂബാ. അയ്യോ നല്ല തണുപ്പാട്ടോ വെള്ളത്തിന്. ആ ഞാൻ മുങ്ങി കേട്ടോ. ഇതാടാ അവരിത് ഈ വഴി വന്നടാ. അടാ അവരിത് ഈ വഴി വന്നു നോക്ക്. എനിക്ക് തോന്നി വെള്ളത്തിൽ കൂടി നടക്കുന്നതാ കുറച്ചും കൂടെ നല്ലത്. ആ ഭയങ്കര റിസ്ക്കായിട്ടുള്ള സംഭവം കേട്ടോ. നല്ലോണം കുരിഞ്ഞോ. ഇവിടെ കാലിടയിൽ കൊടുക്കുന്നുണ്ടേ. ആ അമ്മച്ചി അങ്ങ് ഫ്രണ്ടിലെത്തിയോ? അവർ സ്ഥിരം ചെയ്യുന്ന ആൾക്കാരാണ് ഇത്. ഇതൊക്കെ അവർ എടാ ഞാൻ വന്ന വഴി പിടിച്ചോട്ടോ. പിടിച്ചിറങ്ങിക്കോ. മുനീർ കഷ്ടപ്പെട്ട് വരുന്നുണ്ട്. മുനീറെ ഇവിടെ വന്ന ആൾക്കാർ ഏത് വഴി പോയെന്നൊരു പിടുത്തമില്ല കേട്ടോ. എടാ ഇവിടെ ഒന്നുമില്ല. ലൈറ്റ് ഓഫ് ചെയ്തേ. നീ ലൈറ്റ് ഓഫ് ചെയ്തേ. ലൈറ്റ് ഓഫ് ചെയ്തേ. ഇല്ലടാ വലുതായിട്ടില്ല. അടുത്ത കഴിയാം വാ. ഇതാണ്ട് ആൾക്കാർ തന്നു. ഗൈസ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തല സൂക്ഷിക്കണം കേട്ടോ. ആ ഒരു മിനിറ്റാടാ. നമുക്ക് ഈ വഴിയാണോ? ഇതാണ് നല്ലത്. ഇത് ക്ലിയറും കിട്ടുന്നില്ല. ഇതാണ് കേട്ടോ സ്ഥലം. നമ്മളാ ഇരുട്ടത്ത് നിൽക്കുകയാണ്. കണ്ടാ ഉള്ളിരുട്ടാ. ഇതാണ്. ഇപ്പം നമ്മൾ ഇനി പതുക്കെ അങ്ങോട്ട് നടക്കുക കേട്ടോ.
കയ്യിലും ചെളിയായി, ബാഗിലും ചെളിയായി. അയ്യോ വരാൻ പറ്റുന്നൊക്കെ ഉണ്ട്. പക്ഷെ മറ്റൊരു കുരിഞ്ഞ് നടന്നത് വല്ലാത്തൊരു നടത്തം ഇപ്പോൾ ഇവിടെ. തെന്നുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടിലത്തെ ചെളിയൊക്കെ നടന്നിട്ട് ഈ ചെളി നമുക്ക് ഒന്നും അല്ലാതെ തോന്നുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ഈ വഴി കൂടെ പോയാൽ മതി. അമ്മച്ചി വന്ന് വരെ ഇതോ ആരോമാർക്ക് ഇട്ടേക്കുന്നു ഈ വഴി കയറാന്ന്. പക്ഷെ വല്ലടാ വെള്ളത്തിൽ കൂടെ പോകണം വീണ്ടും കുഴപ്പമില്ലടാ. മറ്റേന്നറിയോ, നമ്മൾ തെന്നി വീഴും. വേണ്ട, അമ്മച്ചിക്ക് സാധനങ്ങളൊക്കെ ഉണ്ട് കയ്യിലൊക്കെ പിടിക്കാനൊക്കെ. നമ്മളിതൊന്നും ഇല്ലല്ലോ. പിടിച്ചു പോയാലും അതേ സ്ഥലത്ത് ഇറങ്ങണ്ടേ. ഇതാണ് ഇച്ചിരി നനഞ്ഞു പോയാലും കുഴപ്പമില്ല. നീ കയറാൻ പറ്റുന്നതാണോ നോക്കി? പക്ഷെ ഇറങ്ങണ എങ്ങനെയായിരിക്കും? നമുക്ക് ഇങ്ങനെ തന്നെ പോവാം. നീ എന്താ പറയണേ? ഇങ്ങനെ പോവാം. നനഞ്ഞാലും കുഴപ്പമില്ല. അതിന്റെ മുകളിൽ വീണ ഒരു രസം ഉണ്ടാവില്ല. ചെല്ലം ചാടി നടക്കും പുൽച്ചാടി. പക്ഷെ മറ്റേത് കണ്ടല്ലോ, നമ്മൾ പൈസ മുടക്കി കാണാൻ ചാടി നല്ലല്ലേ. സാധനം കണ്ട്. നീ കയ്യിലെടുത്ത് ഫോട്ടോ എടുത്താ? എങ്ങനത്തെ സാധനം അത്? ചെറിയ പുഴുക്കളതാ, ഞാനോട് ചെറുത്. താഴ്ചയുണ്ടേ, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് മറ്റവിടെ നിന്ന് എടുക്കുന്നതിനാണോ കുറച്ചുകൂടെ നല്ലത്. അവിടെ ഉള്ളൂ ആ ഒരാഴ്ചക്കുള്ളത് തിരിച്ചു പോണ സമയത്തേക്ക് എടുത്തു വെച്ചോ. പിന്നല്ല, ഇനി വേറെ കുറെ പോയിന്റുകൾ നമ്മൾ കണ്ടുവച്ചില്ല, അവിടെ ഒക്കെ എടുക്കണം. പൊക്കിക്കോ. ഞാൻ നല്ലോണം പൊക്കി ഇത് കയറ്റി. ആ പക്ഷെ വലിയ താഴ്ചയില്ല കേട്ടോ ഈ വഴി വന്നപ്പോൾ. പക്ഷെ മറ്റേ ആൾ എങ്ങനെയാണ് എവിടെ കൂടെ കയറിപ്പോയതപ്പം? അയാൾ കാണിച്ചില്ലേ ഒരു കേവിനകത്ത് കുടുങ്ങിയൊക്കെ കാണിക്കുന്നത് എന്താണല്ലേ? ഇത് വേറെ വഴിയില്ല ഇവിടെ. ആ അത് പറഞ്ഞ് യൂട്ടേൺ എടുത്ത് തിരിച്ചറിഞ്ഞു. അപ്പത്തെ മൂടിനെ കയറി നമ്മള് കയറി നമ്മളോ. നമ്മളെ നാട്ടിലാണെങ്കിൽ ഇവിടെയൊക്കെ ബീറോപ്പിലൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ടായിരിക്കും അല്ലേ? എന്റെ കാലിപ്പോ ജസ്റ്റ് ഉളുക്കിയിരുന്നിട്ടാ. കാലൊന്നും മടങ്ങിയാലും ഞാൻ ആ മടക്കത്തിൽ തന്നെ അങ്ങോട്ട് വഴുക്കി കൊടുത്തു, സ്ലോ ആക്കി. വരാൻ എത്ര ദൂരമുണ്ട്? നമ്മൾ ഇവിടെ നിന്നല്ലേ നമ്മൾ എടുത്തത്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് അടിച്ചിട്ട് പോവാം. ഗൈസ് ഇതാണ് കേട്ടോ ലൂമിനൻസ്. ഒരു തരം പുഴുക്കളാണ്. ഉണ്ടോ ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ? ഈ കാണുന്നതാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മൾ നക്ഷത്രം പോലെ കാണുന്നത്. നമ്മൾ നേരത്തെ പോയ സ്ഥലത്ത് കിട്ടിയിട്ടില്ലായിരുന്നു. കണ്ടാ ഈ കാണുന്നുണ്ടാ? എടാ ഒരു ലൈറ്റ് അടിച്ചാടാ, ഗുഹ ഒന്ന് കാണിച്ചു കൊടുത്തേ. കണ്ടാ ഇതാണ് ഗുഹ. ഇതിൻ്റെ മുകളിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഓഫ് ചെയ്തോ? ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിൽ ചിലപ്പോൾ ഈ സിസ്റ്റത്തിൽ എടുത്താൽ കാണുന്നുണ്ടാവും. ചെറിയ സ്ക്രീനായി റിഫ്ലക്റ്റ് ചെയ്യായിട്ടാവും. അങ്ങനെ ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട്.
ഈ സ്ഥലത്താട്ടോ ഈ കാണുന്നതൊക്കെ. ഇതിന് നമ്മൾ 2 സ്ഥലത്ത് പോകും. ഒരു സ്ഥലത്ത് എത്ര $160 അല്ലേ? $160 ഈ കാണുന്നതൊക്കെ. ഇതൊരു തരം പുഴുക്കളാണ്. ഇതിങ്ങനെ നൈറ്റിൽ നല്ല ഭംഗിയുണ്ടോ, കാണാൻ പറ്റുന്നുണ്ട്. നക്ഷത്രങ്ങൾ ഇരിക്കുന്ന പോലെ ഇങ്ങനെ കാണാം. ചേട്ടാ ഗൈസ്, ഈ കാണുന്നതാണ്. ഇപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് തരാം. ഈ കാണുന്നതാണ് ബയോലൂമിൻസെന്റ് വേംസ്. ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ കണ്ട തിളങ്ങുന്നുണ്ടോ? ഹാ ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഏതാണ്ട് വിചാരിച്ച അത്ര കഷ്ടപ്പാടൊന്നും വന്നിട്ടില്ല, പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ആ വേംസ് എന്ന് പറയുന്നത് നമ്മൾ ലൈറ്റ് അടിക്കുമ്പോഴാണ് കൂടുതൽ കാണാൻ പറ്റുന്നത്. പിള്ളേരൊക്കെ കയറുന്നുണ്ടാ. 1 minute. യാ, പിള്ളേരുണ്ടോ ഇവിടുത്തെ പിള്ളേർ? കൊച്ചു ഹൈസ്കൂൾ പഠിക്കുന്ന പിള്ളേരായിരിക്കും അല്ലേ? ഇങ്ങനെ ഇറങ്ങുന്നുണ്ടാ. സമ്മതിക്കണല്ലേ? ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന സുറാട്ടിപ്പ എന്ന് പറഞ്ഞ പക്ഷിയുടെ സൗണ്ടാണ് ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് കല്ലെറിഞ്ഞ ബന്ധുക്കളാ. ദേശാടന പക്ഷി എന്നാണ് തോന്നുന്നത് അല്ലേ? സുറാട്ടിപ്പ എന്നാണ് എൻ്റെ പേര്. ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി അടുത്ത സ്ഥലത്ത് പിടിക്കുക. അടുത്തത് നമ്മൾ ഇവിടെ എന്താണെന്ന് വെച്ചെങ്കിൽ അത് നമുക്ക് ലൊക്കേഷൻ അടിച്ചിട്ട് അടുത്ത സ്ഥലത്ത് ഇരിക്കാം. നമ്മൾ വിചാരിച്ച് ഏതാണ്ട് ഒരു 4-5 മണിക്കൂർ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇവിടെ സ്റ്റേ തന്നെ പ്ലാൻ ചെയ്തതാ, പക്ഷേ കുഴപ്പമില്ലാതെ പോയി. ഞങ്ങൾക്ക് ഇതൊന്നുമല്ല, ഞങ്ങളുടെ രക്തം എന്ന് പറയുന്നത് ക്ഷത്രിയ രക്തം. അത് തന്നെ, ക്ഷത്രിയ രക്തമാണ്. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഒരു വലിയ വിഷയമൊന്നുമല്ല. സ്മൂത്തായിട്ട് പോയി സ്മൂത്തായിട്ട് തിരിച്ചു വന്നു. ഒരു ചെളി പോലും ശരീരത്തിലായിട്ടില്ല. ചിലവരൊക്കെ ഉരുണ്ട് മറിഞ്ഞ് കിടന്ന് മറ്റേ അവരുണ്ടല്ലേ, ചെറുപ്പത്തിൽ കളരി പഠിച്ചിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ലടാ. ഇവ കളരി പഠിച്ചത് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. സാധാരണ സ്കൂളിൽ ഓടിയും ചാടിയുള്ള കളികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത സ്ഥലത്ത് പോവാം. ഓക്കെ, ബൈ.